just a woman. Help me believe in what I could be and all that I am. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. IRCയിലെ എൻ്റെ എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ തന്ന ഒരു ചെറിയ ചിന്ത ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കൊണ്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവം മഹത്വം എടുക്കുമാറാകട്ടെ. അതിനായിട്ട് Psalms 100:3 യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. യഹോവ തന്നെ ദൈവം, അവൻ നമ്മെ ഉണ്ടാക്കി, അതുകൊണ്ട് നാം അവനുള്ളവരാകുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുത്തു, നമ്മെ തെരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളുമാക്കി തീർത്തു. ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇതേക്കുറിച്ച് എഫേസ്യർ 1:4 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അതിൻ്റെ 12-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൽ ആശ വെച്ചവരായ നമ്മൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. 14-ാം വാക്യത്തിൽ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ നാമത്തിനായിട്ടും അവൻ്റെ മഹത്വത്തിനായിട്ടും നമ്മെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കിയിരിക്കുന്നു. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ, ഞാനെന്ന് പറയുന്ന ഒരു ആത്മാവ്, അതിന് വസിക്കുവാൻ തക്കവണ്ണം ഒരു ശരീരം, അതുപോലെ നമുക്ക് ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കരയാനും അങ്ങനെ ഇമോഷൻസ് എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ദേഹി, ഇത് മൂന്നും ചേർന്ന് ഈ ദൈവത്തിൻ്റെ സൃഷ്ടി. ഈ സൃഷ്ടിയിലേക്കൊന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് എത്രമാത്രം പുകഴ്ത്തുന്ന ഒരു സൃഷ്ടിയാണ് നാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. അപ്പം നമ്മെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വാഴുകയും ചെയ്യുന്നു. അപ്പം നാം ഈ ദിവസങ്ങളിൽ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ എത്രമാത്രം പുകഴ്ത്തുന്ന ഒരു സൃഷ്ടിയാണ് നാമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഹിതം, നമ്മളെക്കുറിച്ചുള്ള ഒരു നിർണയമാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ നാം വർണ്ണിക്കുന്നവരുമാകണമെന്നുള്ളത്. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിശേഷിക്കപ്പെടുന്ന ദാവീദ് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെന്ന്. Psalms 19:1. സൃഷ്ടിയെക്കുറിച്ച് നാം കാണുമ്പോൾ ദൈവം വെള്ളത്തെ തമ്മിൽ വേർതിരിച്ച് അതിൻ്റെ നടുവിലൊരു വിധാനമുണ്ടാക്കി ആകാശമെന്ന് പേരിട്ടു. അവിടെ ചെറിയ വെളിച്ചത്തെയും വേറിയ വെളിച്ചത്തെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഇതാണ് കാലത്തെയും സമയത്തെയും അതുപോലെ നാളുകളെയും അതുപോലെ ആണ്ടുകൾ, രാവ്, പകല്, ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്താണ്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ
നമുക്ക് ഈ ജൂൺ മാസത്തിൻ്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വളരെയധികം നമ്മുടെ സമയങ്ങൾ പുറത്ത് ചെലവഴിക്കുവാൻ കിട്ടുന്ന ഒരു മാസമാണ്. നമ്മൾ കുഞ്ഞുങ്ങളുള്ളവർ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് പാർക്കിലേക്കൊക്കെ പോകുന്നു. അതുപോലെ വെളിയിൽ നടക്കാനായിട്ട് പലരും പോകുന്നു. നമ്മുടെ ബാക്ക്യാർഡിലൊക്കെയും നമ്മൾ വിവിധമായ കാര്യങ്ങളിലൊക്കെയും ഏർപ്പെടുന്നവരാണ്. ഈ സമയത്തൊക്കെയും നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മനോഹാരിത നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടിയിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു സമയമാണ്. അതിന് നമുക്ക് സാധിക്കുമോ? നമ്മുടെ അന്തർഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയുടെ മഹത്വം നാം ഒന്ന് മനസ്സിലാക്കി നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരു നല്ല മാസമാണിത്. ഇവിടെ 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, കാട്ടിലെ സകല മൃഗങ്ങളും 1000 ജന്തുക്കളും എനിക്കുള്ളവ, ആകാശത്തിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. അപ്പം ഈ ഭൂലോകവും അതിൻ്റെ നിറവും ഇതിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകലതും ദൈവത്തിൻ്റെതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ ഒരു ചെറിയ ഇലയുടെ സൃഷ്ടിപ്പിനെ ആ കുഞ്ഞുങ്ങൾക്കൊന്ന് വർണ്ണിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഈ ചെറിയ ഒരു കാര്യത്തിൽ കൂടി ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് നിശ്ചിതമാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അങ്ങനെയുള്ള ഒരു സമയമാണിത്. ദൈവത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തെ നമുക്ക് നമ്മുടെ അന്തർഭാഗത്ത് നിന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ വായിക്കുന്നു, എൻ്റെ സർവ്വ അന്തരംഗവുമേ യഹോവയുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ നമ്മുടെ അകത്തളത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ടും കഴിയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ യഹോവയിൽ നമ്മൾ ആശ്രയിച്ച് യഹോവയുടെ മഹത്വത്തെ വർണ്ണിപ്പാൻ തക്കൊണ്ടും നമുക്കിടയാകട്ടെ. നമുക്ക് ജീവിതത്തിൽ വേറെ പ്രയാസങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്പം പറഞ്ഞതുപോലെ ഭൂലോകവും അതിൻ്റെ നിറവും അത്രേ എന്ന് പറഞ്ഞ ഈ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വെക്കുക. ദൈവവചനം പറയുന്നു, ദൈവ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരും. അതുകൊണ്ട് ഇത്ര വലിയവനായ ദൈവത്തെ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്ത്, ഈ ദൈവത്തിൻ്റെ മഹത്വമായി നമ്മളെ നിലനിർത്തിയിരിക്കുന്നതോർത്ത്, ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ തക്കോണം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കാൽ ദൈവത്തിന് സകല മഹത്വവും കരയറ്റാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും പുകഴ്ത്തുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.